കേരളത്തിലേക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ അഭിനന്ദിക്കുന്നു. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത എന്നും 10 വർഷം പിന്നിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും അവസാനം ബോധോദയമുണ്ടായി. നമ്മളെ സംബന്ധിച്ച് സ്വകാര്യ വിദേശ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പഠനാവശ്യത്തിന് പുതിയൊരു സാധ്യതയാണ് വരുന്നത്. ഇന്ന് കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന വലിയൊരു ശതമാനം വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ പഠിക്കാനും ആ പണം കേരളത്തിന് തന്നെ ഉപയോഗിക്കാനും കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. പക്ഷേ ഇതൊരു 20 വർഷം മുമ്പാണ് ഈ തീരുമാനം വന്നിരുന്നെങ്കിൽ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ ഇതുകൊണ്ട് തടയാൻ കഴിയുമെന്നൊന്നും കരുതാൻ പറ്റില്ല. അത് പഠനാവശ്യം മാത്രമല്ല, തൊഴിലാവശ്യങ്ങളും കൂടുതൽ മികച്ച ഒരു ഭാവിക്ക് വേണ്ടി വിദ്യാർത്ഥികൾ യൂറോപ്പ് ഉൾപ്പെടെ മൈഗ്രേഷൻ ചെയ്യുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. പക്ഷേ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദേശ യൂണിവേഴ്സിറ്റികളും സ്വകാര്യ യൂണിവേഴ്സിറ്റികളും ഏറ്റവും പ്രോമിനൻ്റായ പുതിയ സിലബസിലുള്ള കോഴ്സുകളുമൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ആ പഴയ യുഗത്തിൽ നിന്ന് ഇപ്പോഴും പുറത്ത് കിടന്നിട്ടില്ല. 90കളുടെ ആരംഭത്തിൽ വിദ്യാർത്ഥികളുടെ പടപൊരുതുന്ന പ്രസ്ഥാനമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന SFI നടത്തിയ ഉജ്ജ്വലമായ കുറേ സമരങ്ങളുണ്ട്. അന്ന് ആ സമരങ്ങളിൽ പങ്കെടുത്ത ഒരു തലമുറയെ സംബന്ധിച്ച് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമൊന്നുമില്ല. തങ്ങൾ ചെയ്തതും തങ്ങൾ നടത്തിയ സമരങ്ങളുമൊക്കെ വെറും ആഭാസമായി പോയെന്ന് അവർക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ എത്ര തീക്ഷ്ണമായ സമരങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഈ സമരങ്ങൾ നടന്നിട്ട് ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അന്ന് MP രാഘവൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം നടത്തിയത്, പരിയാരം മെഡിക്കൽ കോളേജ് പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ആ മെഡിക്കൽ കോളേജ് പിൽക്കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സമരങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ രീതിയിൽ സമരം ചെയ്യുകയാണ്. കൂത്തുപറമ്പിന് വെടിവയ്പുണ്ടായി. ധീരന്മാരായ 5 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായി. ഇപ്പോഴും ചാനലുകളിലൊക്കെ കാണാം, പുഷ്പനെ അറിയുമോ നിങ്ങൾക്ക്? സത്യത്തിൽ പുഷ്പൻ എന്ന ആ സാധാരണക്കാരനായ ആ യുവാവ് തൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടിയാണ്. ആ പുഷ്പനെ ഓർത്താൽ ചിലപ്പം തങ്ങൾ അന്ന് ചെയ്ത സമരങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് SFI ഒരു പുനർവിചിന്തനം നടത്തേണ്ട കാലഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ അമേരിക്കൻ അംബാസഡറായിരുന്ന TP ശ്രീനിവാസനെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരു കമ്മീഷനായി നിയമിച്ചു. ഈ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന TP ശ്രീനിവാസനെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ വെച്ച് അടിച്ച് നിലത്തിട്ടത് SFIക്കാരനാണ്. അന്ന് ശ്രീനിവാസനെ അടിച്ചപ്പം ഇന്നും മാപ്പ് പറയാൻ തയ്യാറാകാത്ത SFIക്കാരൻ. ഒരുപക്ഷെ കാലത്തിൻ്റെ ചുമരെഴുത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് നിങ്ങളുടെ തെറ്റ് ഏറ്റുപറയേണ്ടത് ആവശ്യമുണ്ട്. അന്ന് നിങ്ങൾ ചെയ്ത സമരങ്ങൾ, ആ സമരത്തിന് വേണ്ടി അടികൊണ്ട 100 കണക്കിന് ചെറുപ്പക്കാർ, ജീവൻ പോയ ആളുകൾ, അവരോടൊക്കെ ഒരു ഇടതു പുരോഗമന പ്രസ്ഥാനത്തിന് എന്താണ് പറയാനുള്ളത്? തങ്ങൾ പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ട ഒരവസ്ഥയിലല്ലേ ഇന്ന് SFI പോലുള്ളൊരു പ്രസ്ഥാനം നിൽക്കുന്നത്? എന്തായാലും പിണറായി വിജയൻ സർക്കാരിന് വൈകി വന്ന ഈ വിവേകത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുന്ന നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറക്കുക.